ഇന്നൊരു ഉച്ച കഴിഞ്ഞിട്ടാട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. രാവിലെ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു മൂഡില്ലായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ. നമുക്കൊരു എന്താ ഒരു മൂഡില്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും മടിയൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരുന്നു എടുക്കാഞ്ഞേ. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടങ്ങ് എടുക്കാമെന്ന് എഴുതിയതാണ്. ഇപ്പോഴും വലിയ മൂഡുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര മൂഡൊന്നും ഇല്ല. എന്നാലും 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടുന്നില്ല. ഒരുപാട് പേരും വന്ന് ഇങ്ങനെ കമൻസിലായാലും മെസ്സേജിലൊക്കെ ആയാലും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാതെ 2 ദിവസം ആയല്ലോ എന്നൊക്കെ. അപ്പോൾ എന്താണ് കാരണമെന്ന് ഞാൻ പതിയെ പറയാം കേട്ടോ. അതിന് മുന്നായിട്ട് എന്താ നമുക്കൊരു കൊഞ്ച് കറി ഉണ്ടാക്കാം. കൊഞ്ച് കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് കൊണ്ടുവന്ന കേട്ടോ. കുറച്ചേ ഉള്ളായിരുന്നു, അധികം വലിപ്പമില്ല, ചെറിയ കൊഞ്ചാണ് കേട്ടോ. ചിലത് മാത്രം അല്പം വലിപ്പമുണ്ട്. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. റോസ്റ്റാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. കുഞ്ഞിന് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കറി വെക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൊഞ്ച് കറി വെക്കാം, വറുത്തരച്ച് തീയൽ വെക്കാമെന്നായിരുന്നു ഒരു പ്ലാനിങ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു എന്തോ ഒരു മടി, ഒരു വല്ലാതെ ഇരുന്നാൽ എനിക്ക് അതൊന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന കറി എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി യൂട്യൂബിലൊക്കെ നിന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് വറുത്തരയ്ക്കാതെയും കറി വെക്കാം എന്നുള്ളത് രീതിയിൽ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടാലും ശരി തന്നെ എൻ്റെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സവോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി അധികം ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്ത് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതൊരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. കുഞ്ഞുള്ളിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഒരുപാടങ്ങ് വഴണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലിങ്ങനെ മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനുവേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ഉള്ളിയൊക്കെ. അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് നല്ല കുറുകിയ നല്ല കറിയായിട്ട് കിട്ടും, നല്ല തിക്കായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം പിന്നെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോയി നോക്കിയപ്പം കറണ്ട് ഇല്ല കേട്ടോ. അതതിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കറണ്ട് വരുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുക കേട്ടോ. അവസാനം എന്തായാലും കറണ്ട് വന്നു, പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് അരച്ചെടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ ഇനി അവനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ പാട്ടിന് പോവും. അതുകൊണ്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടിയാട്ടോ, പെരുംജീരകത്തിൻ്റെ, അതും കൂടെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല കളറും. എൻ്റെ പിന്നെ കറിക്ക് അധികം കളർ കാണത്തില്ല, കാരണം ഞാൻ കാശ്മീരി മുളക് പൊടി അല്ല ചേർത്തേക്കുന്നത്. ഞാൻ ഈ അല്ലാത്ത എരിവും നല്ല എരിവാട്ടോ, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കളർ കാണത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ആ വഴറ്റിയ പാത്രം തന്നെ ആട്ടോ വെച്ച് കൊടുത്തത്. അതിനകത്ത് പിന്നെയും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലേക്ക് കൂടെയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നീട് നമ്മുടെ കൊഞ്ച് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചൂടാക്കി. അപ്പോൾ അതും കൂടി ഇതിനകത്ത് തട്ടിയിട്ടിട്ട് ഒന്നും കൂടി നല്ല ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല റോസ്റ്റ് പരുവത്തിലിരിക്കും കേട്ടോ. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇല്ലേ, ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് വാളംപുളി നമ്മൾ കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടേ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ. അതിനുശേഷം ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല. അന്നേരം ഉലുവപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിളച്ചൊന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ തണുക്കത്തില്ല കുഞ്ഞൻ വരുന്ന സമയത്ത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്.
പിന്നെ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് തുറന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ, പല്ലിയും പാറ്റയും ഭയങ്കര ശല്യമായിട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാപ്പ് വെച്ച് ഇങ്ങനെ അടച്ചു വെക്കും. അതാവുമ്പോൾ മുകളിൽ കിഴുത്തി ഉള്ളതുകൊണ്ട് ആവി അതിൽ കൂടെ പോവുകയും ചെയ്യും, എന്നിട്ട് അടഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ നമ്മുടെ കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം കൊഞ്ച് കറി നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് അല്പം പുളി കൂടാൻ പാടില്ല, പുളി കൂടിയ സീനാട്ടോ. അപ്പം ഞാൻ പുളി കുറച്ചിട്ടാണ്. ആദ്യം എനിക്കിങ്ങനെ കഴിച്ചപ്പോൾ നല്ല പുളിപ്പുള്ളത് തോന്നി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ലൂസാക്കിയപ്പോഴത്തേക്ക് കറക്റ്റായി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ട് കേട്ടോ വെക്കുന്നത്. മറ്റേത് തീയൽ വെച്ചിട്ടുണ്ട്. തീയൽ പിന്നെ നമുക്ക് അടിപൊളിയാണല്ലോ, കൊഞ്ച് തീയൽ. ഇതും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാനിത് ആദ്യമായിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ തീയലിൻ്റെ അത്ര അങ്ങോട്ട് ഇതാണോ എന്ന് ചോദിച്ചാൽ അത്ര, എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമുക്ക് അവിടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം റൂമും പിന്നെ മുറ്റവും ഒക്കെ അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിറ്റ് ഔട്ടിൽ ഈ ഒരു പൊടിയായിട്ട് കിടക്കുന്ന സാധനങ്ങൾ പൊടിയല്ല കേട്ടോ. ഇതിനാണെങ്കിൽ നമ്മൾ നൈറ്റ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുമാതിരി കൊതുകാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ചെറുതാണ്, ഇങ്ങനെ കൊതുകാണ്, എനിക്കറിയത്തില്ല, കൊതുക് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ്. വന്നിങ്ങനെ പറ്റി ഫിത്തി നിറയെ പിടിച്ചിരിക്കും കേട്ടോ. ഞാൻ ഡോറ് തുറക്കാറേ ഇല്ല രാത്രി സന്ധ്യ ആയി കഴിഞ്ഞാൽ. കൊതുകൊക്കെ ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് ഡോർ അങ്ങനെ തുറക്കാറില്ല. ഇതിങ്ങനെ വന്ന് ഭിത്തിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇനി അത് ഈ ലൈറ്റിൻ്റെയൊക്കെ ചൂട് കൊണ്ട് ഇങ്ങനെ ചത്ത് പോയിട്ട് വീടിനാണോ എന്ന് എനിക്കറിയത്തില്ല. രാവിലെ ആകുമ്പോൾ ആ തറ മൊത്തവും ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പൊടിയായിട്ട് കിടക്കും. ഇതിങ്ങനെ ചത്ത് കിടക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തൂക്കുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. വൃത്തിയാവത്തേ ഇല്ല. കുറേ നേരം സിറ്റ് ഔട്ട് തൂക്കേണ്ട, ഇച്ചിരി ഒരു സിറ്റ് ഔട്ടാണ്, പക്ഷെ കുറേ നേരം തൂക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ തീ ഇടാനൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പേപ്പറും കാര്യങ്ങളൊക്കെ. അത് ഞാൻ പിന്നെ തീ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. പിന്നെ കാർമേഘം പോകുന്നുണ്ട്, നല്ല രസമുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആകാശം കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കളറല്ലേ അതിൻ്റെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. എന്നെപ്പോലെ ഇങ്ങനെ ആകാശം കാർമേഘങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ എല്ലാം കാട് കയറിയിട്ടോ. നമ്മൾ വന്നപ്പോൾ ഇത്ര കുഴപ്പമില്ല, എന്നാലും പോച്ചേറി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം ഇല്ല വലിയ പുല്ലുണ്ടല്ലോ. ഇതെനിക്ക് വന്ന് പണ്ട് പശുവിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് പുല്ലാന്ന് തോന്നിയല്ലേ. ഇങ്ങനെ നല്ല രീതിയിൽ നീളത്തിൽ വളർന്ന് ഇങ്ങനെ വരും കേട്ടോ. നല്ല രീതിയിലായി കിടക്കുകയാണ്. ഇതാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നിടത്തൊക്കെ കാട് കയറി എഴുജന്തുക്കൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് നല്ല രീതിയിൽ. അതിൻ്റെ എലി നല്ല രീതിയിൽ ഇവിടെയും ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ആ സാധനങ്ങളും ഉണ്ടല്ലോ. ഇവിടെയും പെഴിച്ചാഴി എന്ന് തോന്നുന്നു, വലിയ കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പാമ്പും ഒക്കെ ചേരി കയറാനും വഴി ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. അതുകൊണ്ട് ഞാൻ കമ്പൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തന്നെ. നമ്മൾ കാരണം അതിനൊന്നും പറ്റരുതല്ലോ. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ തട്ടി നോക്കിയിട്ട് പിന്നെ ഞാൻ പോച്ചൊക്കെ ഇങ്ങനെ ഞാൻ കമ്പൗണ്ട് ഇങ്ങനെ അടിച്ചൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ കയറി വന്നിട്ട് ഈ ഒരു കബോർഡ് ഞാൻ ഇതിന് മുന്നേ വൃത്തിയാക്കിയതാണെങ്കിലും എനിക്കിതിനകത്ത് വെക്കാനൊരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പാറ്റയുടെയൊക്കെ ഈ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിറയെ വെച്ചേക്കുമായിരുന്നു എൻ്റെ അടിഭാഗത്ത് എവിടെയൊക്കെ. അപ്പോൾ അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് അന്ന് എൻ്റെ ഊപ്പാട് വന്നതായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഇതിനകത്തൊന്നും വെച്ചില്ല, എന്തെങ്കിലും തുടച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചു. എൻ്റെ അടിയിൽ ഈ സ്ലാവിൻ്റെ അടിയിൽ ഇങ്ങനെ തേച്ചിട്ടൊന്നുമില്ല, ഒരുമാതിരി കിടക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തും പാറ്റയുടെ ഈ മുട്ടയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാനൊന്ന് ഇളക്കിയൊക്കെ കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തൂത്ത് തുടച്ച് എടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്ത് സ്പൂണൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിലാക്കുന്നില്ല, ആദ്യം ഞാൻ ഒരു ഡെറ്റോളൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച്, അതായത് നമ്മളിങ്ങനെ പിഴിഞ്ഞൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഉണങ്ങിയ തുണിയൊക്കെ വെച്ച് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അതിനകത്ത് ടിഷ്യൂ പേപ്പറും കൂടെ ജസ്റ്റ് മടക്കി ഇടുന്നുണ്ട്. പേപ്പർ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ടിഷ്യൂ പേപ്പർ ഇടുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ തന്നെ അഴുക്കാകുമ്പോൾ നമുക്കതങ്ങ് എടുത്ത് കളയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ടിഷ്യൂ പേപ്പറാണ് ഇട്ടിട്ട് പിന്നെ അത് സ്പൂണും കാര്യങ്ങളും ഒക്കെ പറക്കി അതിൻ്റെ മണ്ടയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുഞ്ഞൻ്റെ ടിഷ്യൂ പേപ്പറായിരുന്നു വണ്ടിയിൽ വെച്ചിരുന്നത്, ഞാൻ അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് ഇടാനേ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ നീളത്തിന് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, കുറച്ച് പേരുടെ അടുത്തായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളൊരു കാര്യമായിട്ടാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊന്നുമല്ല, അല്ലാതെ കുറച്ച് ചൊറിച്ചിൽ ടീമുണ്ടല്ലോ, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെല്ലാവരുടെയും പരാതി എന്ന് വെച്ചാൽ എൻ്റെ സംസാരം എന്താണ് ഇങ്ങനെ, എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ കിടന്ന് കൊഞ്ചി അങ്ങ് വഴിയുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സംസാരം ഇങ്ങനെയാണ്. എനിക്കിനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി തരാനൊന്നും പറ്റത്തില്ല, എനിക്ക് ജന്മനാ കിട്ടിയൊരു സൗണ്ടാണ്. ഇതിന് മുന്നേ ഇങ്ങനെ ഈ കമൻറ്റ്സ് വന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആയിരിക്കുമോ ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേയൊക്കെ മാറ്റി സംസാരിക്കാൻ ശ്രമിച്ച് നോക്കി
നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഞാൻ എന്തിനാ അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി ഞാനിങ്ങനെ സംസാരിച്ച് മാറ്റണ്ടേ? ഇവരുടെ ചിലവിലാണോ ഞാൻ കഴിയുന്നത്? ഈ പറയുന്ന ആൾക്കാരൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ. ഓരോ കുറ്റങ്ങളൊക്കെ ഓരോ പോരായ്മകളൊക്കെ എല്ലാ ആൾക്കാർക്കും കാണും. എല്ലാം തികഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊന്നും ഇല്ല. ഇതിപ്പോൾ എനിക്ക് ജന്മന കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതെനിക്ക് ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടി എനിക്ക് മാറ്റേണ്ട എനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ല. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കെട്ടിയവനും ഇല്ലാത്ത സങ്കടം നാട്ടിലുള്ള ആർക്കും വേണ്ട. ഈ ചൊറിയുന്നവർക്ക് പിന്നെ തീരെ വേണ്ട. പിന്നെ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചിലവിനെ ആയിരിക്കണം കഴിയുന്നത്. അതില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ചിലവിന് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളിനി എന്തൊക്കെ വന്ന് പറഞ്ഞാലും എനിക്കിനി അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനൊന്നും ഞാൻ നിൽക്കുന്നതുമില്ല, അതിനായിട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള നാട്ടുകാരുടെ കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടാൻ നിൽക്കുക. അതായിരിക്കും നല്ലത്. സ്വന്തം ഇങ്ങനെ കുറ്റങ്ങളൊക്കെ മറച്ച് വെച്ചിട്ട് പിന്നെ നാട്ടിലുള്ളവരുടെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അടുത്ത് ഒന്നും പറയാനേ ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഇനിയും ഇതോട്ടുള്ള കമൻസൊക്കെ ഇട്ടോ. എനിക്കവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ്, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ സ്റ്റാൻഡിൽ ടിഷ്യൂ ഒക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി സ്പൂണും തവികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ തുണികൾ ഞാൻ രാവിലെ കഴുകിയിട്ടായിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടതിന് ശേഷമേ കഴുകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് നഷ്ടമാണെന്നേ. അതുകൊണ്ട് കേട്ടോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അങ്ങനെ ഇതാ പിന്നെ കൈയോടെ അതും കൂടെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സായ വൈഷ്ണവി അനിലിൻ്റെയും മമ്മിയുടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ജൂലൈ 10 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ 2 പേരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അർച്ചനയുടെ ബ്രദറുടെ ബർത്ത്ഡേ ജൂലൈ 8 അർച്ചനയുടെ ജൂലൈ 14 ആത്മിക മോളുടെ ജൂലൈ 11 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞു മോക്കിൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റാ, സീ യു.